ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാനും മാർ ജോയി മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും കർത്താവേ, ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും
ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോല മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസുരം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം വിശുദ്ധവും ആ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യകമായ നിറബലത്തിന് വിശുദ്ധ മാർഗം പിടിപ്പിച്ചെല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ചും അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നൂഴിയിൽ വന്നു, ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്ക് പൂജ്യമായി തീർന്നു. സ്നേഹമാർന്നീ ദിവ്യ പൂജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം
രാജ്യവും നേടും. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിലവാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കളങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കല്ലറിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ മിശിഹായിക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി തുറന്നു. രക്ഷ അറിയിക്കുന്നവന്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ, വരുവിൻ, മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. Communion time. Those who are eligible to receive communion, please come forward and receive communion. Non-Catholics are not prepared for the communion. Please do not receive communion. They may come forward and get a blessing.
ഈശോദൻ സ്നേഹാർദ്രമിഴികളിൽ ഒരു കോടി ജന്മം ഞാൻ നോക്കിയിരുന്നീടും. ഈശോദൻ കരതാരിലെന്നും ഒരു കുഞ്ഞു പൈതലായി ഞാൻ ചാഞ്ഞുറങ്ങിടുമെന്നും. ഓ സ്നേഹമേ, ഓയൻ ജീവനെ അകതാരിൽ നിറയേണമേ. വൈകാതെ വരണി മനതാരിനുള്ളിൽ പരമകാരുണ്യനാഥ. വൈകാതെ വരണി മനതാരിനുള്ളിൽ പരമകാരുണ്യനാഥ. മനമുരുകും നേരം മനസ്സിൻ്റെ ഉള്ളിൽ തിരുവോസ്തിയായി നീ നിറയുന്നു. മിഴി നിറയും നേരം മിഴിനീർ തുടയ്ക്കാൻ വചനമായി എന്നിൽ നിറയുന്നു. എന്നും ബലിവേദിയിൽ എനിക്കായി നാഥൻ സ്വയമേ ശൂന്യനാവുന്നു. എന്നും ബലിവേദിയിൽ എനിക്കായി നാഥൻ സ്വയമേ ശൂന്യനാവുന്നു. ഓ സ്നേഹമേ, ഓയൻ ജീവനെ അകതാരിൽ നിറയേണമേ. വൈകാതെ വരണേ മനതാരിനുള്ളിൽ പരമകാരുണ്യനാഥ. വൈകാതെ വരണേ മനതാരിനുള്ളിൽ പരമകാരുണ്യനാഥ. പിഴകൾ ഞാൻ ചൊല്ലി കരയുന്ന നേരം ക്ഷമിക്കുന്ന സ്നേഹമായി അണയുന്നു നീ. ഇരുളുന്ന വഴിയിൽ പ്രഭ തൂകിടാനാ ഒരു സ്നേഹദീപമായി നിറയുന്നു നീ. ഞാൻ പോലും അറിയാതെ ആത്മാവിനുള്ളിൽ നീ വന്നു വാസമാകുന്നു. ഞാൻ പോലും അറിയാതെ ആത്മാവിനുള്ളിൽ നീ വന്നു വാസമാകുന്നു. ഈശോദൻ സ്നേഹാർദ്രമിഴികളിൽ ഒരു കോടി ജന്മം ഞാൻ നോക്കിയിരുന്നീടും. ഈശോദൻ കരതാരിലെന്നും ഒരു കുഞ്ഞു പൈതലായി ഞാൻ ചാഞ്ഞുറങ്ങിടുമെന്നും. ഓ സ്നേഹമേ, ഓയൻ ജീവനെ അകതാരിൽ നിറയേണമേ.
വൈകാതെ വരണേ മനതാരിനുള്ളിൽ പരമകാരുണ്യനാഥ. വൈകാതെ വരണേ പരമകാരുണ്യനാഥ. പരിശുദ്ധാത്മാവിന്റെ കൃപാപരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ മർത്തനായി ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മകനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശായി അമർത്തതയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ഥലത്തിന്റെയും നാഥായി നീക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം മിശിഹായേ, ശ്വാശ്വത ജീവൻ ഉറവിടമേ, നിൻ തിരുനാമം മഹനീയം. നിന്നുടെ രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും പാരിൽ മൃത്യു വരിച്ചാലും ജീവിച്ചിടും സ്വർഗത്തിൽ. അവരുടെ സ്മരണയുണർത്തിടുമീ ബലിയിൽ ചേർന്നവരാം നിങ്ങൾ, സ്വർഗോന്മുഖരായി ജീവിക്കാൻ കൃപയാലെന്നും നിറയട്ടെ. ജീവനെഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി നന്ദിയുടെ ഒരു വാക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇടവക ദേവാലയത്തിലെ ഒരംഗം ഇടവക ദേവാലയത്തിൽ നിന്ന് നിത്യയാത്രയ്ക്കായി പുറപ്പെടുന്ന ഈ അവസരത്തിൽ ഇടവക ദേവാലയത്തിൽ വന്നെത്തി അന്ത്യോപചാരങ്ങൾ അർപ്പിക്കുവാൻ, പരേതയുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ, സ്നേഹോഷ്മളമായ ഒരു യാത്രയപ്പ് സ്വർഗത്തിലേക്ക് നൽകുവാൻ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും നന്ദിയോടുകൂടെ അനുസ്മരിക്കുകയാണ്. വിദൂരതയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നെത്തിയവരിവിടെ ഉണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായി ഈ പരേതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി വന്നെത്തിയ എല്ലാവരോടുമുള്ള ഇടവകയുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്നലെ ഇന്നുമായി നിരവധി വൈദികരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ചാക്കോ ചൂരവേലിക്കുടലിൽ, ബഹുമാനപ്പെട്ട ജോർജ് മഞ്ഞാങ്കൽ എന്നിവർ ഇന്നലെ എത്തിച്ചേരുകയും ഒഫീസിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നലത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അബ്രാഹാം മുത്തോലത്തച്ഛൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാത്രം ന്യൂജേഴ്സിയിൽ നിന്നും ഫിലഡൽഫിയയിൽ നിന്നൊക്കെയായി എത്തിച്ചേർന്ന
ബഹുമാനപ്പെട്ട ബിൻസ് ചേത്തലച്ചൻ, നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച ലിജോ കൊച്ചുവരമ്പലച്ചൻ, ഈ ഇടവകയുടെ അസോസിയേറ്റ് പാസ്റ്റർ ജോസഫ് തച്ചാറയച്ചൻ, അതുപോലെ ജോബി പുച്ചൂക്കണ്ടത്തിലച്ചൻ എന്നീ വൈദികരോട് ഉള്ള പ്രത്യേകമായ നന്ദി തരണത്തിൽ അനുസ്മരിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ ഭംഗിയാക്കി തീർക്കുവാൻ വിവിധ കമ്മിറ്റികൾ ഇവിടെ ഇടവകയുടെ എക്സിക്യൂട്ടീവിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഫ്യൂണറൽ കമ്മിറ്റിയും കൊയർ മെമ്പേഴ്സും അതുപോലെ തന്നെ ഓൾട്ടർ സെർവേഴ്സും തുടങ്ങി നിരവധി ആളുകൾ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയവരാണ്. ഇവരൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഔപചാരികമായി കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നതിനും അവരുടെ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനുമായി കുടുംബാംഗങ്ങളെ ക്ഷണിക്കുകയാണ്. Hi everyone. For those of you who don't know us, my name is Nibia and this is Nebo, and we are Princey's 2 children. Although this is something neither of us ever wished to do so early, we stand here today in a room full of love, excited to remember, celebrate, and honor the life of our Amma. My mom and I first moved to the US in 1998. The first few years were a struggle. I still remember holding her hand during our long walks to school back when we only had one car, and all the trips to the corner store to buy me my favorite candies. My mom was a hard worker. She had already worked for several years as a nurse in Oman before moving here. Another memory that I won't forget is the day she finally passed her NCLEX after initially struggling mightily with it. I was walking home from the bus stop when she ran outside and embraced me with tears in her eyes to tell me how she had passed. Mama was also a very caring person. She always put our needs above her own. I still remember all the sleep she sacrificed throughout the years to make our favorite foods, pick us up from school, and help us with our schoolwork. Looking back, I regret not doing more to help her out around the house. Despite all her hard work, she was unfortunately never able to truly enjoy the fruits of her labor. After spending her life taking care of thousands of patients, she found herself on the receiving end of a terminal cancer diagnosis. She faced this challenge with immense courage and grace. While the rest of us sobbed loudly upon hearing the news, she remained unfazed. In fact, she was comforting us rather than the other way around. She kept her faith in God and was hopeful that things would improve. Despite our prayers and best efforts, the disease took its toll on her, subjecting her to horrible pain and every other discomfort imaginable. She tried her hardest not to have it interfere with our lives. She felt a great deal of guilt that her being sick was affecting our schooling. We tried our best to reassure her, but she couldn't help feeling like a burden to us. I'll always remember on the morning of her passing, as her condition worsened, I'd called my dad and sister to tell them to come to the hospital immediately. The first thing my mom asked when she saw them is if they had had breakfast. Even if she was mere hours away from dying, struggling to breathe, she was still thinking of us and if we had ate. I think it's a testament to just how much she cared about us up to the very end. I tried to pick one favorite moment I had with my mom, and well, that just wasn't possible. Today, I would like to express how thankful I am for being the daughter of such an amazing woman. I'd also like to thank her for the family cuddles in the master bedroom, the trips to Crestview Park, the yearly birthday shopping hauls, the calling me in sick when I didn't want to go to school, the walks around the neighborhood while I was home, the countless FaceTimes when I was feeling homesick, stressed, or just needed to talk to my mama, the excitement and the little runs and the big smiles when I came home for the weekend, and most importantly, the values and passions you instilled in me. My Amma put family over everything else in her life. She consistently put the needs of our family before her own. On May 20th, my mom found out that the new treatment she was put on hadn't worked and her cancer was rapidly growing. With this came on the pain, the breathing problems, and the anxiety. 2 days later, I graduated. Every time something scary would happen, my mom's biggest concern was missing my graduation. I remember back in November when we were in the hospital, one of the first things my mom said to Lydia was, "I won't even get to see her graduate." My mom, throughout everything, has put us first. She was determined to see me walk across that stage. At this point in her cancer battle, she was on oxygen throughout each day, and the pain wasn't being fully controlled by the medications any longer.
Despite all of this, there in the cold stadium for a 4-hour ceremony just to make me smile. After finding my family, I was greeted with the warmest hug and the sweetest smile from my mama. She was so very proud of me, and that is something that I hold on to every single day. What I wish I had told her now is how very proud I was of her for coming with a smile on her face after the news we received 2 days earlier. Amma, today I make a promise to you that I'll take care of our family just like you did. Being away at school while my mom was sick was just about the hardest thing I think I'll ever have to do. Not being there to hold my Amma's hand every day is something that will always hurt my heart. However, I had to remember why I started. She's my why. Everything I have done, everything I will ever do is for you, Amma. Last Thursday, I got a call from Nebo around 3:30 in the morning telling me that she's feeling really sick and I needed to come home. I'm beyond thankful for the support we have for getting me home to my Amma that very morning. When I got home, I ran straight to my parents' room. She saw how worried I was and assured me that she was okay and that she was actually feeling a whole lot better. Because of everything going on, I hadn't slept very well in the last few days, and shortly after cuddling up next to her, the two of us fell asleep. The day seemed relatively normal. I sat with her as she ate her lunch. She forced me to go eat mine. Within a couple hours, things turned south and we were on our way to the hospital. I had to meet her there, but the second I walked in the room, she looked at me, tears in her eyes, and squeezed my hand. At 6:30 the following morning, I got a call from Nebo telling me and my dad to come to the hospital soon. Within hours, her condition got much worse and we began to say our goodbyes. My mom, being my best friend, it slipped from my mouth how very scared I was. My Amma looked me in the eyes with the brightest smile and said, "Chakare, I love you." That is a moment I will never forget. Ammu, Amma, and Nagutapi, your strength, your support, your resilience. You taught me grace. You taught me to see beauty in every little thing. My mom is the strongest woman I know, and I am beyond proud to be her daughter. We'd like to take this opportunity to thank all of our family and friends who stood by us and supported us throughout the past 2 years. You guys have been incredible, and my mom and our family are so very grateful for all of it. Losing Mama will always be something that will leave a big void in our lives, but we take comfort in knowing that she is in a better place now, free from all the pain and suffering this world gave her. Thank you. I would like to start off with a quote. In life, we loved you dearly. In death, we love you still. In our hearts, you hold a place no one else will ever fill. Hello, everyone. My name is Tommy Valliparambil. I am the older brother of Princey. In our family, Princey was the 7th out of our 9 siblings. Princey was a beloved daughter to our late parents, a loving sister, and most importantly, a friend to each and every single one of us. Princey had migrated to America in 1998 after living in Muscat for a few years working as a nurse. Princey was an individual who always cared about the well-being of others. Her love for her family and each of her siblings are irreplaceable. In everything she did and with everyone she met, she did it with love. She lived a life as a sincere mother to her children and a loving wife to her husband. One of the most profound memories my siblings and I will cherish is our 2020 January India trip, months before we found out about Princey's diagnosis. This was the last time all 9 of her siblings and our beloved mother were all together in one house, just like when we were younger. Princey always had a unique relationship with each of us in our household, and that love will continue to be with us forever. Now,
our family has gained another guardian angel watching over us, along with our late brother Kunyanya and our late parents. On behalf of the Valliparambil and Thaiparambil family, we would like to express our deepest gratitude to Reverend Father Thomas Mulavanal, Father Abraham Mutolam, Father Bins Chethalil, as well as all other priests and sisters. We would also like to acknowledge the help of St. Mary's Funeral Service Committee, led by Peter Kulangara and Jonikutti Pillavital, Anderson Morgan from Borman's Funeral Home, Mary Hill Cemetery, St. Mary's Church trustees, the choir team, Kalavara Catering Services, Saji Panayaparambil for photo and videography, Knanaya Voice for live telecast, sound system provided by Joey Nidigalayil, and Prince's healthcare team, Dr. Bonomi, Dr. Siju, Dr. Joseph Abraham, and all other healthcare professionals. I wanted to personally express my deepest appreciation to Joycey and Binoy's family, my wife Jessie, and my kids, the Panayaparambil family, and all others who provided Princey with the utmost compassionate care throughout her illness. Lastly, we from near and far, we would like to thank each and every single one of you who came from near and far, and all our family and friends who have kept Princey in their prayers. Thank you. പുറത്ത് മഴ തുടങ്ങിയിരിക്കുകയാണ്. അതിനാൽ ബാബുവും കുട്ടികളും മാത്രമേ ഉള്ളൂ ഇവിടെ സെമിത്തേരിയിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ നിന്ന് അന്ത്യോപചാരം അർപ്പിച്ചിരിക്കണം. താങ്ക് യു. അന്ത്യോപചാരം അർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവാലയത്തിൻ്റെ പിറകിൽ നിന്ന് 2 ലൈനായി വന്ന് അന്ത്യോപചാരം അർപ്പിക്കണം എന്ന കാര്യം അറിയിക്കുന്നു. ദൃശ്യങ്ങൾ സകലം തീർത്തോനെ നാഥ സകലേശ നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തണമേ. ആദി മുതൽ അന്ത്യമുള്ളവയെല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയെന്നെ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു, സ്ഫുടമായി നിൻ മുമ്പിൽ കണ്ടു ഭുവനത്തിൽ തിന്മകളെല്ലാം നീ പെരുകി പാപങ്ങൾ ഫലമായി പീഡ
പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥാ കനിവോടെ തൃക്കൺ പാർക്കണമേ. കണ്ണുനീരുകൊണ്ടു എൻ്റെ കിടക്ക് ഞാൻ നനച്ചു. നാഥാ പാപിനിയായ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോൾ ഹൃദയം തരളിതമായി സഹതാ ആകുലമായി പൊറുതി അവൾ കരുളി. കർത്താവേ കാരുണ്യം വർഷിക്കണമേ, പശ്ചാത്താപത്താൽ ഒഴുകുന്നെൻ കണ്ണീർ കണ്ടു കനിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും ചിരമെന്നിൽ ചൊരിയണം അഖിലേശ. നീ എന്നെ സൃഷ്ടിച്ച് എൻ്റെ മേൽ കൈകൾ വച്ചു, തീർത്തു പൊടിയിൽ നാദാമിനെ ദൈവം ചേർത്തു ജീവനതിൽ. സ്തുതിതൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുമകന്നേകി. വലിയവരും ചെറിയവരും അനുതാപാകുലരായി അണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക നാം, ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ദൈവം തുണയാകാൻ ഒന്നും കഴിവില്ല. നാഥാ ദുർബലരാ ഞങ്ങൾ കവശതകൾ തീർക്കണം അനുനിമിഷം. നിനക്ക് ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു. സ്വസ്തി ദാവീദിൻ പുത്രി മാലാഖ മറിയത്തോടരുളി. കന്യാ മാതാവേ സിഹിയോൻ പുത്രി നിൻ ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ. നിറയും മോദമോടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്ന യാത്രയിത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും
എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാന് നാഥന്റെ ചാരി പിറ്റേന്ന് ഉണർന്നിടാം. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ. ഭൂമിയെന്നോര കൊടുവീട്ടു ഞാൻ സ്വർഗ്ഗമാം വീണ്ടും ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആദിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാന് നാഥന്റെ ചാരി പിറ്റേന്ന് ഉണർന്നിടാം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവനോട് ചോദിച്ചു. സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധി, ഇത്ര നാൾ കാത്ത സന്നിധി. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാന് നാഥന്റെ ചാരി പിറ്റേന്ന് ഉണർന്നിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ? കഴിയുന്നു യാത്ര എത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാന് നാഥന്റെ ചാരി പിറ്റേന്ന് ഉണർന്നിടാം. Please stand. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 80-100% മഴ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് സെമിത്തേരിയിലെ പ്രാർത്ഥനകൾ പലതും നമ്മൾ ഇവിടെ വെച്ച് ചൊല്ലി
കുഴുവയും ചെരുപ്പും അവസാന ആശീർവാദ പ്രാർത്ഥനകളുമായിരിക്കും സെമിത്തേരിയിൽ നടത്തുക. മറ്റ് പ്രാർത്ഥനകൾ ഇവിടെ വെച്ച് തന്നെ പൂർത്തിയായിട്ടാണ് നമ്മുടെ സെമിത്തേരിയിലേക്ക് ശരീരം കൊണ്ടുപോവുക. നമുക്ക് ഭക്തിപൂർവ്വം ഈ അന്ത്യശുശ്രൂഷയിൽ പങ്കുചേരാം. നേരത്തെ അറിയിച്ചിരുന്നതുപോലെ ബാബുവും മക്കളും ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഇവിടെ അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം പോകാനായിട്ട് ശ്രദ്ധിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാം അഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചു, എന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളിച്ചെന്നും അതിലുള്ളവരോ നാഥനു പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുത്. അഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയ നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വം അണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ
നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പേജ് 142. എൻ്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ക്ഷോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുവാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ. ഉദ്ധാനം നീയേകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ. ബലവാനേ നീ പരിശുദ്ധൻ. നിത്യനമർത്യൻ പരിശുദ്ധൻ. നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനേക്ക് പുറത്ത് കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മിശിഹ കർത്താവിൻ ദാസേവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മിശിഹ കർത്താവിൻ ദാസേവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ വെണ്മഹൃതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. മിശിഹ കർത്താവിൻ ദാസേവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ വെണ്മദ്യുതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാ.
രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ, മരണമുറക്കം താ. മിശിഹാ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരു മഹിമദ്യുതിയോടെ. കാട്ടരുവീതി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണുനീർ കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ച് കലങ്ങുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടരുവീതി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. 139. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യും ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൽ തിരു സന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങാം, കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാകും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയന ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ യാചിക്കുന്നു. മൃതനായി മിശിഹാ മൂന്നാം ദിവസം ജീവൻ നേടി. ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുത കോട്ടകളെല്ലാം തട്ടി നിരത്തി. നാഥൻ നവമായി ഉത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോ രജസുതനിനിയും ജയലാളിതനായി വരുമീ ധരയിൽ. കുരിശിൻ പ്രഭയാ പരിവേഷ്ടിതനായി. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം പാർത്തുകഴിപ്പൂ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ? ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം.
സ്നേഹമെന്നൊര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ. മാലാഖമാരും ദൂതരും അറിമാ